ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ്. പ്രധാന വാർത്തകൾ. വനിതാ സംവരണ ഭേദഗതി ബിൽ ലോക്സഭയിൽ. സംസ്ഥാനങ്ങളുടെ സീറ്റ് അനുപാതം അതേപടി തുടരുമെന്ന് ഉറപ്പ് നൽകി പ്രധാനമന്ത്രി. മണ്ഡല പുനർനിർണയത്തിൽ എതിർപ്പ് ശക്തമാക്കി പ്രതിപക്ഷം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഗോള സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാകുമ്പോഴും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി നിലകൊള്ളുന്നതായി അന്താരാഷ്ട്ര നാണയനിധി. കേരളത്തിൽ ഈ മാസം 19 വരെ കടുത്ത ചൂട് തുടരും. അൾട്രാവയലറ്റ് സൂചിക ഉയർന്നു നിൽക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. വാർത്തകൾ വിശദമായി. രാഷ്ട്രവികസനത്തിൽ നാരീശക്തി നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും നയരൂപീകരണത്തിൽ വനിതകൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ജനസംഖ്യയുടെ 50% വനിതകളെ തീരുമാനമെടുക്കൽ പ്രക്രിയയുടെ ഭാഗമാക്കാൻ ഇനി വൈകരുതെന്ന് അദ്ദേഹം പറഞ്ഞു. വനിതാ സംവരണ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ചരിത്ര നിമിഷമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ലോക്സഭയിൽ സംസ്ഥാനങ്ങളുടെ സീറ്റ് അനുപാതം അതേപടി തുടരുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. ഈ നിയമനിർമ്മാണത്തിന് രാഷ്ട്രീയ നിറം നൽകരുതെന്ന് പ്രധാനമന്ത്രി പ്രതിപക്ഷ പാർട്ടികളോട് അഭ്യർത്ഥിച്ചു. ഒരു റിപ്പോർട്ട്. നാരീശക്തി വന്ദൻ അധിനിയം ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട 3 സുപ്രധാന ബില്ലുകളെക്കുറിച്ചുള്ള ചർച്ച ലോക്സഭയിൽ ആരംഭിച്ചു. രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് ഗുണം ചെയ്യുന്ന ചരിത്രപരമായ നിയമനിർമ്മാണത്തിന് രാഷ്ട്രീയ നിറം നൽകരുതെന്ന് പ്രധാനമന്ത്രി പ്രതിപക്ഷ പാർട്ടികളോട് അഭ്യർത്ഥിച്ചു. വനിതാ സംവരണത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് വ്യക്തമാക്കിയ സമാജ്വാദി പാർട്ടി MP അഖിലേഷ് യാദവ് തിടുക്കത്തിൽ ബിൽ കൊണ്ടുവന്നതിനെ ചോദ്യം ചെയ്തു. മണ്ഡല പുനർനിർണയം സെൻസസ് പൂർത്തിയായ ശേഷം മതിയെന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ചയ്ക്ക് തുടക്കമിട്ട കോൺഗ്രസ് MP ഗൌരവ് ഗഗോയ് തന്റെ പാർട്ടി വനിതാ സംവരണത്തിന് അനുകൂലമാണെന്നും എന്നാൽ മണ്ഡല പുനർനിർണയം അനുവദിക്കില്ലെന്നും അറിയിച്ചു. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതാണ് ബില്ലെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ലോക്സഭയിൽ ഭരണഘടനയുടെ 131 ഭേദഗതി ബില്ലും മണ്ഡല പുനർനിർണയ ബില്ലും അവതരിപ്പിച്ചു. കേന്ദ്ര ഭരണ പ്രദേശ നിയമ ഭേദഗതി ബിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സഭയിൽ അവതരിപ്പിച്ചത്. മണ്ഡല പുനർനിർണയത്തിന് ശേഷവും വിവിധ സംസ്ഥാനങ്ങളുടെ ലോക്സഭയിലെ പ്രാതിനിധ്യ അനുപാതത്തിൽ മാറ്റം വരില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. രാജ്യത്തെ ജനസംഖ്യ 140 കോടി കടന്ന സാഹചര്യത്തിൽ സീറ്റുകളുടെ വർധന അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ കണക്കുകൾ പ്രകാരം കേരളത്തിലെ ലോക്സഭാ സീറ്റുകൾ നിലവിലെ 20 നിന്ന് 30 ഉയരും. തമിഴ്നാടിന് 59 സീറ്റുകളും കർണാടകയ്ക്ക് 42 സീറ്റുകളും ലഭിക്കും. ആന്ധ്രാപ്രദേശിന് 38 സീറ്റുകളും തെലങ്കാനയ്ക്ക് 26 സീറ്റുകളും ഉണ്ടാകും. 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും ആകെ ലോക്സഭാ വിഹിതം 24% തുടരും. ഇന്ന് രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. BJP, JDU, രാഷ്ട്രീയ ലോക് മോർച്ച, കോൺഗ്രസ്, UPPL എന്നീ കക്ഷികളിൽപ്പെട്ട അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുതിർന്ന കോൺഗ്രസ് നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന മോഹ്സിന കിദ്വായുടെയും പ്രശസ്ത പിന്നണി ഗായിക ആശാ ഭോസ്ലെയുടെയും നിര്യാണത്തിൽ സഭ അനുശോചനം രേഖപ്പെടുത്തി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഗോള സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാകുമ്പോഴും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി നിലകൊള്ളുന്നതായി അന്താരാഷ്ട്ര നാണയനിധി മേധാവി ക്രിസ്റ്റലിന ജോർജിയേവ. IMF വസന്തകാല യോഗങ്ങളോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. രാജ്യത്തിന്റെ ശക്തമായ സാമ്പത്തിക അടിത്തറ മിക്ക സമ്പദ്വ്യവസ്ഥകളെക്കാളും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നുണ്ടെന്നും ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ശരാശരി ആഗോള വളർച്ചയുടെ ഇരട്ടിയിലധികമാണെന്നും അവർ വ്യക്തമാക്കി. ദേശീയ വിദ്യാഭ്യാസ നയം ഉൾപ്പെടെയുള്ള നിരവധി ഉദ്യമങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യം ശരിയായ ദിശയിൽ മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മഹാരാഷ്ട്രയിലെ വാർധയിലുള്ള മഹാത്മാഗാന്ധി അന്താരാഷ്ട്ര ഹിന്ദി സർവകലാശാലയുടെ 6ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. എല്ലാവരും മറ്റു ഭാഷകൾ പഠിക്കണമെന്നും എന്നാൽ മാതൃഭാഷയെ മറക്കരുതെന്നും രാഷ്ട്രപതി പറഞ്ഞു. ചടങ്ങിന് മുന്നോടിയായി രാവിലെ വാർധയിലെ സേവാഗ്രാം ആശ്രമവും രാഷ്ട്രപതി സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയൻ ചാൻസലർ ഡോക്ടർ ക്രിസ്റ്റ്യൻ സ്റ്റോക്കറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്കിടെ ഭക്ഷ്യസുരക്ഷ, പ്രതിരോധ സഹകരണം, ഭീകരവിരുദ്ധ പ്രവർത്തനം എന്നീ മേഖലകൾ ഉൾപ്പെടെ നിരവധി കരാറുകളും രേഖകളും ഇരു രാജ്യങ്ങളും കൈമാറി. അടിസ്ഥാന സൗകര്യ വികസനം, നൂതനാശയം, സുസ്ഥിരത എന്നീ മേഖലകളിൽ ഇന്ത്യയും ഓസ്ട്രിയയും വിശ്വസ്ത പങ്കാളികളാണെന്ന് തുടർന്ന് നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ BPO യൂണിറ്റിൽ വനിതാ ജീവനക്കാർക്കെതിരെ നടന്ന ലൈംഗിക പീഡന സംഭവങ്ങളിൽ സ്വമേധയാ കേസെടുത്ത് ദേശീയ വനിതാ കമ്മീഷൻ. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ വസ്തുതാ അന്വേഷണ സമിതി രൂപീകരിച്ചതായി കമ്മീഷൻ അറിയിച്ചു. ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് സാധന ജാദവ്, ഹരിയാന മുൻ DGP BK സിൻഹ, സുപ്രീം കോടതി അഭിഭാഷക മോണിക്ക അറോറ, ദേശീയ വനിതാ കമ്മീഷൻ സീനിയർ കോർഡിനേറ്റർ ലീലാവതി എന്നിവർ സമിതിയിൽ അംഗങ്ങളാണ്. സാമ്പത്തിക ലാഭം വാഗ്ദാനം ചെയ്യുന്ന രീതിയിലുള്ള പദ്ധതിയെപ്പറ്റി സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ വീഡിയോ വ്യാജമാണെന്ന് സർക്കാർ വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വീഡിയോ ആണ് ഇതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. ഇത്തരത്തിലുള്ള യാതൊരു പദ്ധതിയും ധനമന്ത്രി പ്രഖ്യാപിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്തിട്ടില്ല. ആണവ സമ്പുഷ്ടീകരണ അവകാശത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി. ആണവോർജ്ജത്തിനുള്ള അവകാശം അന്താരാഷ്ട്ര നിയമത്തിലും ആണവ നിർവ്യാപന ഉടമ്പടിയിൽ ഉൾപ്പെടെ ഉറപ്പാക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്. സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ള ആണവ സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശം ഏതെങ്കിലും ബാഹ്യശക്തി നൽകുന്ന ഔദാര്യമോ ഇളവോ അല്ലെന്നും ഇസ്മായിൽ ബഖായി പറഞ്ഞു. ഇറാൻ മുന്നോട്ട് വച്ച വ്യവസ്ഥകൾക്ക് പരിഹാരമാകാതെയുള്ള ചർച്ചകൾ അംഗീകരിക്കുന്നില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. അതിനിടെ ഇസ്രായേൽ ലെബനൻ ചർച്ചകൾ ഉടൻ നടക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. 1993 ശേഷം ഇസ്രായേലും ലെബനനും തമ്മിലുള്ള ആദ്യത്തെ പ്രധാന ഉന്നതതല ഇടപെടലാണ് ഈ കൂടിക്കാഴ്ചയെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ചർച്ച നടത്തിയിരുന്നു. റഷ്യ, ഇറാൻ എന്നീ രാജ്യങ്ങൾക്ക് ഉപരോധത്തിൽ നൽകിയ ഇളവ് പുതുക്കില്ലെന്ന അമേരിക്കയുടെ പ്രസ്താവനയെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവില ഉയർന്നിട്ടുണ്ട്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ ബാരലിന് 0.8% ഉയർന്ന് $95 ന്യൂസ് ഡെസ്ക് ആകാശവാണി. സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നു. 19-ാം തീയതി വരെ 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ട്. അൾട്രാവയലറ്റ് സൂചിക ഉയർന്നു നിൽക്കുന്നത് ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ വേനലവധിക്കാലത്ത് പ്രത്യേകം ക്ലാസുകൾ നടത്തുന്നതിനെതിരെ മുന്നറിയിപ്പുമായി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. കുട്ടികളുടെ അവധിക്കാലം തടസ്സപ്പെടുത്താൻ ആർക്കും അവകാശമില്ലെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. ഇടവിട്ടുള്ള വേനൽമഴ കൊതുക് പെരുകുന്നതിനുള്ള സാഹചര്യമൊരുക്കും. ആഴ്ചയിൽ ഒരിക്കൽ വീടുകളിൽ കൊതുകിന്റെ ഉറവിട നശീകരണം നടത്തിയാൽ മാത്രമേ ഡെങ്കിപ്പനി പ്രതിരോധം സാധ്യമാകൂ എന്നും DMO അറിയിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സർവകലാശാല അധികൃതർ കോളേജിൽ നേരിട്ടെത്തി തെളിവെടുപ്പ് നടത്തും. അതേസമയം വിദ്യാർത്ഥിയുടെ മരണത്തിന് ഉത്തരവാദികൾ ആയവർക്ക് നേരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് ആദിവാസി ദളിത് മുന്നേറ്റ സമിതി, അംബേദ്കർ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നീ സംഘടനകൾ ആവശ്യപ്പെട്ടു. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പമ്പ ജലസേചന പദ്ധതിയുടെ കനാലിൽ വെള്ളം തുറന്നുവിടണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ജലവിഭവ വകുപ്പ് മന്ത്രിയോട് ഇക്കാര്യം രേഖാമൂലം ആവശ്യപ്പെട്ടു. ജലക്ഷാമം പരിഹരിക്കുന്നതിന് ജില്ലാ കളക്ടർ, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും പഞ്ചായത്തുകളുടെയും യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. വനിതാ സംവരണ ഭേദഗതി ബിൽ ലോക്സഭയിൽ. സംസ്ഥാനങ്ങളുടെ സീറ്റ് അനുപാതം അതേപടി തുടരുമെന്ന് ഉറപ്പ് നൽകി പ്രധാനമന്ത്രി. മണ്ഡല പുനർനിർണയത്തിൽ എതിർപ്പ് ശക്തമാക്കി പ്രതിപക്ഷം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഗോള സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാകുമ്പോഴും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി നിലകൊള്ളുന്നതായി അന്താരാഷ്ട്ര നാണയനിധി. കേരളത്തിൽ ഈ മാസം 19 വരെ കടുത്ത ചൂട് തുടരും. അൾട്രാവയലറ്റ് സൂചിക ഉയർന്നു നിൽക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.